ഹലോ എവരിവൺ, എല്ലാവർക്കും AZ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഒരു ഷോർട്ട് നോട്ടീസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് നമ്മുടെ മാസങ്ങൾ മുമ്പായിട്ട് നമ്മുടെ KDRBയുടെ കീഴിൽ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള നമ്മുടെ ഈ പറയുന്ന KDRBയുടെ കീഴിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിളിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് കാറ്റഗറി നമ്പർ ഏതെല്ലാമാണ്, അതേപോലെ ഏതൊക്കെ പോസ്റ്റുകളിലാണ്, അതേപോലെ തന്നെ എത്രയാണ് പ്രായപരിധി, അതേപോലെ തന്നെ എത്രത്തോളം വേക്കൻസികളുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും പ്രധാനമായിട്ട് ഈ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ള പ്രധാനമായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 303/AR1/2025 KDRB എന്ന് പറഞ്ഞ് അതിനോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോട്ടീസ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ വിജ്ഞാപന തീയതി പറഞ്ഞത് ഏകദേശം 1/9/2025 ചെയ്യുന്നത്. വിജ്ഞാപന തീയതി ആയിട്ട് എന്ത് ചെയ്യുന്നത് അവര് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അതേപോലെ തന്നെ അപേക്ഷകൾ കൊടുക്കേണ്ടത് ഈ പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷ അയക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഈ പറയുന്ന 30/9/2025. ഓക്കെ, എന്താണ് 30/9/2025 മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന തസ്തികയിലേക്ക് ഞാൻ നിങ്ങൾ ചുവടെ പറയാൻ പോകുന്ന ഈ തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തസ്തികകൾ എന്താണ്, പ്രായപരിധി എന്തെല്ലാമാണെന്ന് നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, അയക്കാൻ നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ പോവാം. ഓക്കെ, അപ്പൊ അവർ ആ നോട്ടീസിനകത്ത് ആദ്യം കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കുടൽമാണിക്യം ദേവസ്വം ബോർഡുകളിലെ താഴെ പറയുന്ന 37 തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു കൊള്ളുന്നു എന്നുള്ളതാണ്. ഇതാണ് തിരുവിതാംകൂർ, കൊച്ചി, അതേപോലെ തന്നെ ഗുരുവായൂർ, കുടൽമാണിക്യം ദേവസ്വം ബോർഡിലെ ഏകദേശം 36 തസ്തികകളിലേക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഉള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓരോ തസ്തികയുടെ പ്രധാനമായിട്ടും കാറ്റഗറി നമ്പർ ഏതെല്ലാമാണ്, തസ്തികയുടെ പേര് ഏതെല്ലാമാണ്, ഏതൊക്കെ ദേവസ്വം ബോർഡുകളിലേക്കാണ് വന്നിട്ടുള്ളത്, പ്രായപരിധി എത്രയാണ്, ഓക്കെ ഏതൊക്കെ പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും, ശമ്പള നിരക്ക് എങ്ങനെയാണ്, ഓക്കെ ഓരോ തസ്തികയിലേക്ക് വരുന്ന എത്രത്തോളം ശമ്പള നിരക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ളത്, സാലറി സ്കെയിലാണ്, എത്രത്തോളം ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 39/2025 നോക്കിയാണെങ്കിൽ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2ലേക്കാണ് ചെയ്യുന്നത്. തസ്തികയുടെ പേരെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇതാണ് ഈ പറയുന്ന 26,500 മുതൽ ഇതാണ് ഏകദേശം 60,700 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ശമ്പള നിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 113 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അടുത്തത് 40/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽപ്പെടുന്ന പ്യൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്താണ് 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 23,000 മുതൽ 50,200 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. 14 വേക്കൻസികളാണ് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 41/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ എന്താണ് ഇപ്പൊ സ്ട്രോങ് റൂം ഗാർഡിലേക്കാണ് ചെയ്യുന്നത്, തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് എന്തെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 26,500 മുതൽ 60,700 വരെയാണെന്ന് പറയുന്നത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. 9ഓളം വേക്കൻസികൾ എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് 42/2025 നോക്കുകയാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്, സിവിൽ ആണ് നോക്കുന്നത്. ഓക്കെ, സിവിൽ വിഭാഗത്തിലേക്കാണ് നോക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായപരിധി എന്ന് പറയുന്നത്. 55,200 മുതൽ ഏകദേശം 1,15,300 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ശമ്പള സ്കെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 7 വേക്കൻസികളാണ് പൊതുവെ ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 43/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ പറഞ്ഞ അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് 2ലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 39,300 മുതൽ 83,000 വരെയാണ് എന്തെന്ന് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
44/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈബ്രറിയനേക്കാണ് ഇത് തസ്തിക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 26,500 മുതൽ 60,700 വരെ ആയിരിക്കും എന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. 45/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രസ് മാനേജർ എന്ന് പറയുന്നതാണ് പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 43,400 മുതൽ 91,200 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസിയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. 46/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ് അതും വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 26,500 മുതൽ 60,700 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഒരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും. 47/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്ക് ഈ പറയുന്ന എന്താണ് കമ്പോസിറ്റർ കം പ്രൂഫ് റീഡർ എന്നുള്ളതാണ്. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 26,500 മുതൽ 60,700 വരെയാണെന്ന് പറയുന്നത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസി എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും. 48/2025 നോക്കുകയാണെങ്കിൽ എന്താണ് വെൻഡർ എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സിലെ പ്രായം എന്ന് പറയുന്നത്. ഇതാണ് 26,500 മുതൽ 60,700 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ് ഒരു വേക്കൻസി കാണാൻ സാധിക്കും. 49/2025 നോക്കുകയാണെങ്കിൽ ഇതാണ് ഹെൽപ്പർ ആണ്. ഇതേപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 23,000 മുതൽ 50,200 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസി അവിടെയും കാണാൻ സാധിക്കും. അടുത്തത് 50/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സ്മിത്ത് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഗോൾഡ് സ്മിത്ത് ആണ്. ഓക്കെ, ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ലെങ്കിൽ എഴുതി കാണിക്കാം. 50/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. TDBയിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. ഏകദേശം 25,100 മുതൽ 57,900 വരെ എന്ത് ചെയ്യുന്നുണ്ട് ശമ്പള സ്കെയിൽ ലഭിക്കുന്നുണ്ട്. ഒരു വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 51/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്യൂട്ടറാണ്. മ്യൂസിക് വിഭാഗത്തിൽ പെടുന്ന ട്യൂട്ടറാണ്. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 26,500 മുതൽ 60,700 വരെയാണെന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത്. ഇതാണ് ഒരു വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 52/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കാണ്. ഓക്കെ, പഞ്ചവാദ്യമാണ് നോക്കണം. പഞ്ചവാദ്യമാണ്. 18 മുതൽ 36 വയസ്സിലാണ് പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, 11,500 മുതൽ 18,940 വരെയാണ് വേക്കൻസി എന്ന് പറയുന്നത്. 12 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 53/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. സിവിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. ഓക്കെ, നേരത്തെ വിളിച്ചത് തിരുവിതാംകൂർ ആണ്. ഇതെന്ന് പറയുന്നത് ഗുരുവായൂർ ആണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് സിവിലാണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. സിവിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 25 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത്. 55,200 മുതൽ 1,15,300 വരെയാണ് എന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസി ആണുള്ളത്. അടുത്ത 54/2025 വാച്ചർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. 23,000 മുതൽ 50,200 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. 38 വേക്കൻസികൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ സാധിക്കും. അടുത്തത് 55/2025 അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് 2 ഗുരുവായൂർ ദേവസ്വം ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. ഓക്കെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 20 മുതൽ 40 വയസ്സിനുള്ളിൽ എന്ത് ചെയ്യും പ്രായം. ഓക്കെ, 20 മുതൽ 40 വയസ്സിനിടയിലാണ് പ്രായം പറയുന്നത്. 35,600 മുതൽ 75,400 വരെയാണ് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസി എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണാൻ സാധിക്കും. 56/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഈ പറയുന്ന എന്താണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 27,900 മുതൽ 63,700 വരെയാണെന്ന് പറയുന്ന ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് അവിടെയും കൊടുത്തിട്ടുള്ളത്. അടുത്തത് 57/2025 PGD ഫിസിക്സ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ്. ഓക്കെ, ഈ പറഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 20 മുതൽ 40 വരെയാണ് പ്രായം എന്ന് പറയുന്നത്. ഈ പറയുന്ന 55,200 മുതൽ 1,00,000 ഈ പറയുന്ന 15,300 വരെയാണെന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അടുത്തത് 058/2025 എന്ന് പറയുന്നത് ഇതാണ് PGD ബയോളജി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 20 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 55,200 മുതൽ 1,15,300 വരെയാണ് എന്ന് പറയുന്നത്. ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു വേക്കൻസി കൊടുത്തിട്ടുണ്ട്. 59/2025 PRT എന്താണ് ഡ്രോയിങ്ങിലേക്കാണ് കൊടുത്തത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് 20 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 35,600 മുതൽ 70,400 വരെയാണെന്ന് പറയുന്നത് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 60/2025 നോക്കുകയാണെങ്കിൽ പ്രൈമറി ടീച്ചറാണ്, PRDയിലേക്കാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ്. 20 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 35,600 മുതൽ 75,400 വരെയാണ് ശമ്പള സ്കെയിൽ. 11 വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് 062/2025 നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻസ്ട്രക്ടർ മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക്. 20 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായം എന്ന് പറയുന്നത്. 39,300 മുതൽ ഏകദേശം 83,000 വരെ എന്ത് ചെയ്യുന്നുണ്ട് ശമ്പള സ്കെയിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു വേക്കൻസിയാണ് ഉള്ളത്. അടുത്തത് 63/2025 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2ലേക്കാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത്. പ്രായം എന്ന് പറയുന്നത് 27,800 മുതൽ 59,400 വരെയാണെന്ന് പറയുന്നത്. വേക്കൻസി ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നാദോസ്വരം ടീച്ചർ. ഓക്കെ, അത് പറയുന്നത് ഏകദേശം 65/2025 ആണ്, വിദ്യാലയത്തിലേക്കാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്. 20-36 വയസ്സ് വരെ പ്രായപരിധി എന്ന് പറയുന്നത്. 31,100 മുതൽ 66,800 വരെയാണ് ചെയ്യുന്നത് ശമ്പള സ്കെയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 64/2025 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക്. 18 36 വയസ്സ് വരെ പ്രായം. 35,600 മുതൽ 74,400 വരെ ഒരു വേക്കൻസി ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ കാണാൻ സാധിക്കും. അടുത്തത് 67/2025 എന്ന കാറ്റഗറി നമ്പറിൽ ക്ലർക്ക്, ദേവസ്വം അസിസ്റ്റന്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നീ പറയുന്ന തസ്തികയിലേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക്. 18 മുതൽ 55 വയസ്സുകളിലേക്ക് ഈ പറയുന്ന 26,500 മുതൽ 60,700 വരെ പ്രായപരിധി ശമ്പള സ്കെയിലോടുകൂടി 8 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 66/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ക്ലർക്ക്, ദേവസ്വം അസിസ്റ്റന്റ്, ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നീ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക്. 18 മുതൽ 36 വയസ്സിലെ പ്രായപരിധിക്കുള്ളിൽ ഈ പറയുന്ന 26,500 മുതൽ 60,700 ശമ്പള സ്കെയിലിൽ ഈ പറയുന്ന ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 68/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക്. 21 മുതൽ 40 വയസ്സിലെ പ്രായപരിധി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ 55,200 മുതൽ 1,15,300 വരെ ശമ്പളം ലഭിക്കുന്ന ശമ്പള സ്കെയിലാണ് ലഭിക്കുന്നത്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് 69/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ LD ടൈപ്പിസ്റ്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക്. 18 മുതൽ 36 വയസ്സിലെ പ്രായപരിധിയിൽ 26,500 മുതൽ 60,700 വരെ ശമ്പളം സ്കെയിലിൽ കൊടുക്കുന്ന ഈ പറയുന്ന 3 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 70/2025 ശാന്തിയായിട്ടാണോ, കമ്പനിയിലെ ശാന്തിയായിട്ടാണ് ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 45 വയസ്സിനിടയിൽ പ്രായമാണെങ്കിൽ ഈ പറയുന്ന 22,600 മുതൽ 55,200 വരെയാണ് വേക്കൻസി ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. 51 വേക്കൻസി ഇന്ത്യകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് കഴകമാണ്. 71/2025 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിനിടയിൽ ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് 18 മുതൽ 36 വയസ്സിന്റെ പ്രായമാണെങ്കിൽ 22,200 മുതൽ 50,200 വരെയാണെന്ന് പറയുന്നത്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 15 വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. അടുത്ത സോപാനം പാട്ടാണ്. 72/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിനിടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് 18 മുതൽ 36 വയസ്സിന്റെ പ്രായപരിധിക്കുള്ളിൽ 22,200 മുതൽ 50,200 വരെ ശമ്പള സ്കെയിൽ കൊടുക്കുന്നുണ്ട്. 3 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 73/2025 എന്ന് പറയുന്നത് താളത്തിലേക്കാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത്. പ്രായം എന്ന് പറയുന്നത് 22,200 മുതൽ 50,200 വരെയാണെന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് 2 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ കാണാൻ സാധിക്കും. 74/2025 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ LD ക്ലർക്കാണ്, കുടൽമാണിക്യം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹം വിളിച്ചത്. കുടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കാണ്. അതായത് 18 മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഏകദേശം എന്താണ് ഒരു 10,000 രൂപ മുതൽ 41,500 വരെ എന്ത് ചെയ്യുന്നുണ്ട് ശമ്പള സ്കെയിലുണ്ട്. ഓക്കെ, 18,000 ആണ്. ഓക്കെ, ഒരു വേക്കൻസി കൊടുക്കുന്നുണ്ട്. അതേപോലെ കീഴ്ശാന്തി 75/2025 കുടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്ക് ഈ പറഞ്ഞ 25 മുതൽ 40 വയസ്സിനിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 13,190 മുതൽ 20,530 വരെ എന്ത് ചെയ്യുന്നുണ്ട് ശമ്പള സ്കെയിൽ കൊടുക്കുന്നുണ്ട്. 3 വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് തസ്തികകൾ നിയമന നിലയെന്ന് പറയുന്നത്. അതായത് നിയമനിലയല്ല, ഈ പറയുന്ന കാറ്റഗറി നമ്പർ, അതേപോലെ പോസ്റ്റുകൾ ഏതെല്ലാമാണ്, പ്രായപരിധി ഏതെല്ലാമാണ്, അതേപോലെ ശമ്പള സ്കെയിൽ എത്രയാണ്, വേക്കൻസി എത്രയാണ് പൊതുവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
പ്രായപരിധിമാർക്ക് കൊടുത്തിട്ടുള്ള ജനറൽ കാറ്റഗറി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊടുത്തിട്ടുള്ളത്. OBC SC ST വിഭാഗത്തിലുള്ളവർക്ക്, ഓക്കെ, SC ST OBC എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഏജ് റിലാക്സേഷൻ നമുക്ക് ഇത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വിജ്ഞാപനം സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്കും തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള www.kdrbkerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ക്ലോസ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാനമായിട്ട് ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ്. ഇതിന്റെ ഒരു എന്താണ് ഇനി സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇനി വരണം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദിവസങ്ങളായിട്ട് ഇനി എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും എന്താണ് അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് വേക്കൻസി എന്ത് ചെയ്യും പുതുതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴേ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇതിന്റെ പുതിയ സിലബസുകൾ, അപ്ഡേറ്റഡ് സിലബസ്, ഡീറ്റെയിൽഡ് സിലബസുകൾ, അതേപോലെ തന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം കൂടി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. ഓരോ തസ്തികയിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്, പ്രായപരിധിയുടെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും കൂർത്തിണക്കിക്കൊണ്ട് പുതിയൊരു വീഡിയോയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം കൂടി എന്താണ് കൂർത്തിണക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന LDCക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ACDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂർ LDCയുടെ ലോങ് ടൈം ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ കണ്ടന്റ് സെക്ഷനുകളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷനും മോട്ടിവേഷൻ സെക്ഷൻസ് എല്ലാം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന ക്വിസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായാലും നമുക്ക് ACDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കോഴ്സിനോട് ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പറയുന്ന 9994467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അത് ദൂരീകരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾക്ക്, അതേപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ACDB അക്കാഡമി ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ നമ്മുടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം ഫില്ല് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാം, നമുക്ക് സമയമില്ല. ഓക്കെ, പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പെട്ടെന്ന് വരും. അതേപോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗുരുവായൂരിൻ്റെ ഒക്കെ കഴിഞ്ഞ മാസങ്ങളായിട്ട് എക്സാമ്പിൾ നടത്തി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ഉടനെ നടത്തിയ എന്ത് ചെയ്യുക പെട്ടെന്ന് എന്ത് ചെയ്യും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ട് നമ്മൾ വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.